തിയേറ്ററിൽ പോയിട്ടുണ്ടല്ലോ അവസാനം ആ സോങ് ഉണ്ടല്ലോ അഫ്സലും എനിക്ക് അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ പാടിയിരിക്കുന്നത് മെയിൽ ഞങ്ങൾ പിന്നെ റിവ്യൂ ഉണ്ട് പക്ഷെ ആ സോങ് ഉണ്ടല്ലോ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അറിയില്ല നിങ്ങളൊക്കെ ആണോ പാടിയെന്ന്. അഫ്സലിനെ അറിയാൻ പറ്റുമായിരിക്കും, ഇവനെ അങ്ങനെ പുറത്തൊന്നും വരാറില്ല എന്നല്ല. ഒത്തിരി സിനിമകൾ പാടി, ഒരു പിന്നണി ഗായകനാണ്. തമിഴിൽ പാടി, തെലുങ്കിൽ പാടി, എത്രയോ നല്ല നല്ല പാട്ടുകൾ പ്രേക്ഷകരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരിലേക്ക് അങ്ങനെ അധികം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ ആളുകളുടെ അടുത്തുണ്ട്, കുറച്ചു പേർക്ക് അറിയാം. പക്ഷേ ഇതിപ്പോ തിയേറ്ററിൽ പോയി കണ്ടോ? സിനിമ കണ്ടോ? 3 പ്രാവശ്യം ഇപ്പൊ പോയി കണ്ടല്ലേ? ഫസ്റ്റ് ഡേ കവിതയിൽ കണ്ടു, പിന്നെ 2 പ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ട് കൊച്ചി ജി സിനിമാസ്, അവിടെ കണ്ടു. ഫാമിലി ആയിട്ട് അവര് പിള്ളേരൊന്നും പടം കണ്ടറില്ല, അവര് ടി വിയിൽ മാത്രമേ കണ്ടുള്ളൂ. ടി വിയിൽ കാണുമെങ്കിലും അങ്ങനെ ഇരുന്ന് ഫുള്ളായിട്ടൊന്നും കാണാറില്ല, പിള്ളേരല്ലേ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി കാണിച്ചായിരുന്നു പടം. അപ്പൊ എന്ത് പറഞ്ഞു അവര്? അടിപൊളി. അല്ല ഇപ്പോഴത്തെ തലമുറ പിള്ളേരൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നല്ലോ. രക്ഷയില്ല. ഫസ്റ്റ് ഡേ ഞാൻ കവിതയിൽ കണ്ട് ഫസ്റ്റ് എനിക്ക് പാടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, സെൻറ്റി അടിച്ചു പോയി. കാരണം നമ്മുടെ പാട്ട് 18 വർഷങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇപ്പോഴും ഞാൻ പ്രോഗ്രാമിന് പാടുന്ന പാട്ടാണ്, പക്ഷെ ഇനി ഒരു പ്രോഗ്രാമിന് പാടുമ്പോഴേക്കും അതിന്റെ ഒരു പവർ നമുക്ക് അറിയാൻ പറ്റില്ല. അന്ന് ഈ സിനിമയിലേക്ക് എത്തിച്ച ആരായിരുന്നു? അന്ന് ഗായകനായിട്ട് എത്തിച്ച ആരായിരുന്നു വിളിച്ചത്? തീർച്ചയായിട്ടും രാഹുൽ രാജ്, മ്യൂസിക് ഡയറക്ടർ. ഞാൻ പുള്ളിയുടെ 1-2 ജിംഗിൾസും പിന്നെ ഒരു അമൃത ചാനലിലൊരു കർഷക പരിപാടിയുടെ ഒരു ടൈറ്റിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എനിക്ക് 1-2 പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ നല്ലത് വരുമ്പോൾ നിനക്ക് പറ്റിയത് വരുമ്പോൾ ഞാൻ വിളിക്കാം, പ്രതീക്ഷയൊന്നും വേണ്ട, എല്ലാവരും പുള്ളിലെ ഫസ്റ്റ് പടമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അത് 18 വർഷത്തിന് ശേഷം വീണ്ടും വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് പോയി പാട്ട്. ഒരു പുതിയ പാട്ട് ശരിക്കും ഏറ്റെടുക്കുന്ന പോലെ ഓഡിയൻസ് മൊത്തം പാടുന്നു. ഒരു 10,000-1500 പേര് ഒരുമിച്ച് ഇന്നല്ലേ മേള അതൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ അതിൽ പിന്നെ കണ്ണ് പറയുന്നു. അത് ഭയങ്കര സംഭവം. അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇപ്പം തിയേറ്ററിൽ കുറേ ആളുകൾ തിയേറ്ററിൽ ഒന്നും കൂടെ പ്ലേ ചെയ്യുമോന്ന് പറഞ്ഞിട്ട് കൂവാണ്. പാട്ട് തീർന്ന് അവസാനമല്ലോ, ഒന്നും കൂടെ ഇടാനാ പറയാം, ഡാൻസ് ചെയ്യാൻ വേണ്ടി. അവര് ഡാൻസ് ചെയ്ത് മതിയായിട്ടില്ല. ആ ഒരു മൂഡിലേക്ക് വരുമ്പോൾ തന്നെ പാട്ട് തീർന്നു പോകുന്നു. അപ്പോൾ ഒന്നും കൂടി അർമാദിക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടി തിയേറ്ററിൽ ഇട്ട് കൊടുക്കുകയാണ്. അന്നത്തെ ഒരു ഓർമ്മ ഒന്ന് ഓർത്തെടുക്കാം. അന്ന് 18 വർഷം പാടാൻ പോയപ്പോൾ ഒരു അനുഭവം ഒന്ന് ഓർക്കാം. തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഇടയ്ക്ക് രാഹുലേട്ടനെ വിളിക്കുമായിരുന്നു, ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എടാ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ കൊച്ചു വീട്ടിലുണ്ട്, വേഗം ലാൽമീഡിയയിലേക്ക് വന്നു പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കേട്ടിടാന്ന് പറഞ്ഞു. അങ്ങപ്പോൾ കേട്ടു, ഓക്കെ. ഞാനിപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ അടുത്തൊന്നും ചോദിക്കാറില്ല, എന്താണെന്നൊന്നും ചോദിക്കാറില്ല. അപ്പോൾ പാടിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ പാടി എന്നോട് പറഞ്ഞാടാ ഇത് ഒരു ആഘോഷമാണ്, ഇത് ഒരു അടിപൊളിയാണ്, അധികം സംഗതിയൊന്നും വേണ്ട, പവറും പിന്നെ സന്തോഷം അത് മാത്രം മതി. അപ്പോൾ പാടിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ പാടി ഓൾറെഡി ചേട്ടൻ പറഞ്ഞവരൊക്കെ ഞാൻ പാടിനെ ഫുൾ പാടിക്കൊന്ന് പറഞ്ഞു. മെയിൽ പോർഷനെല്ലാം ഞാൻ തന്നെ പാടി മൊത്തം ഇട്ടു. എന്നിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ആണെന്ന്, കുഴപ്പമില്ല സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് എന്ത് പടമാണെന്ന് ചോദിച്ചു. എന്നൊക്കെ പടം അറിയണോ? ഇല്ല ചോദിച്ചാണ്. അതായത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഒരു പടമാണ്. ആരോട് പറയണ്ട, ലാലേട്ടനാണ് ഫസ്റ്റ്. ഞാനപ്പോൾ ഇത് എനിക്ക് ഓക്കെയാണ്, ഇനിയിപ്പോൾ ഞാൻ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും കേൾപ്പിച്ചാൽ അവർ ഓക്കെ ആണെങ്കിൽ നിന്റെ പേരുണ്ടാവും എന്ന് പറഞ്ഞു, നീ ഉണ്ടാവും ഈ പാട്ടിലെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ തന്നെ അൻവർക്ക് വന്നു, കേട്ടു. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മുടെ ആ ഒരു മൂഡ് അനുസരിച്ച് ഞാനപ്പോൾ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു 2006. അതിൽ ഫൈനൽ ഫൈവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ആക്റ്റീവ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫൈനൽ ഫൈവ്. അപ്പോൾ ഓക്കെയാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ രാജു ചേട്ടൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു പേയ്മെൻ്റ് ഒക്കെ തന്നു, ഇരിക്കട്ടെ മോൻ എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ എപ്പോഴും പുള്ളിനെ കാണുമ്പോൾ പറയാറുണ്ട്, ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടിയിട്ട് പൈസ തന്നെന്ന് പറയാറുണ്ട്. ആ പാട്ടൊരു നല്ല പാടിയാൽ നമുക്ക് സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കുമീ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.